മോണരോഗത്തിനെക്കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ മോണരോഗം ഒരു അണുബാധയാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലുണ്ടാകുന്ന അണുബാധയെ പോലെ തന്നെയാണ് മോണരോഗത്തിൻ്റെയും അണുബാധ ഉണ്ടാകുന്നത്. മോണരോഗം ഞാൻ പറയുന്നത് പോലെ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയും. മോണരോഗം മൂർച്ഛിച്ച് കഴിയുമ്പോൾ നമ്മൾ പെരിഡോണ്ടൈറ്റിസ് പറയും. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മളതിനെ ജിഞ്ചിവൈറ്റിസ് എന്നാണ് വിളിക്കാറുള്ളത്. ജിഞ്ചിവൈറ്റിസ് വളരെ വ്യാപകമായി കാണുന്ന ഒരു രോഗമാണ്. അത് മൂർച്ഛിച്ച് കഴിയുമ്പോൾ പെരിഡോണ്ടൈറ്റിസായി മാറും. ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോണകളിൽ ഒരു അസ്വാസ്ഥ്യം തോന്നും, ചുമന്ന കളറിലിരിക്കും. ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ രക്തം പൊടിക്കാറുണ്ട്. പക്ഷേ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുമ്പോൾ ജിഞ്ചിവൈറ്റിസ് കൂടുതൽ വ്യാപിച്ച് നമ്മുടെ പല്ലുകളെയും എല്ലിനെയും ബന്ധിപ്പിക്കുന്ന വസ്തുവായ പെരിഡോണ്ടൽ ലിഗമെന്റിനെ ബാധിച്ച് പിന്നെ ചുറ്റിനുള്ള എല്ലുകളെയും ബാധിച്ച് പല്ല് ആടിപ്പോകും. അതാണ് പെരിഡോണ്ടൈറ്റിസ്. നമ്മുടെ വായിൽ 100-ൽ പരം ബാക്ടീരിയകളുണ്ട്. അതിൽ ചില എണ്ണം മാത്രമാണ് പെരിഡോണ്ടൈറ്റിസിന് കാരണമാകുന്നത്. നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ വായുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ബാക്ടീരിയകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വായ്, പല്ലുകളുടെ ഇടയിലും മോണകളുടെ ഇടയിലും. അതുകൊണ്ട് തന്നെ വായിലുള്ള അണുബാധ വളരെ പെട്ടെന്ന് നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്നു. മോണരോഗത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. 2 തരം മോണരോഗങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് എന്നും പറയും, നമ്മൾ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്നും പറയും. ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് എന്നുള്ളത് ഒരു 35 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്രോണിക് പെരിഡോണ്ടൈറ്റിസ്. അതാണ് ഏറ്റവും അധികം ആളുകൾ കണ്ടുവരുന്ന ഒരു അസുഖം തന്നെയാണ് ക്രോണിക് പെരിഡോണ്ടൈറ്റിസ്. അത് നമ്മുടെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത, അതായത് ശുചിത്വമില്ലായ്മ കൊണ്ട് മാത്രമാണ് ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് ഉണ്ടാകുന്നത്. നമ്മൾ അത് ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അസുഖങ്ങൾ മാറും. അത് പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ചെറിയ ചികിത്സാ രീതികൾ കൊണ്ട് തന്നെ മാറാൻ പറ്റും. പക്ഷേ ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് മൂർച്ച ഏറിക്കഴിഞ്ഞാൽ പക്ഷേ അത് നമ്മൾ കൂടുതൽ സങ്കീർണമായ ചികിത്സ തന്നെ നമ്മളതിന് വേണ്ടി ചെയ്യേണ്ടി വരും. പക്ഷേ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വളരെ ചെറുപ്പത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതായത് 15 വയസ്സ് 16 വയസ്സ് മുതൽ തന്നെ നമുക്കത് കണ്ടു തുടങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടുതലും 30 വയസ്സിന് മുമ്പിൽ കാണുന്ന മോണരോഗമാണ് നമ്മൾ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. അഗ്രസീവ് എന്നുള്ള ആ വാക്ക് കൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയും. അതൊരു വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു മോണരോഗമാണ് അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ്. അത് കൂടുതലും ജനറ്റിക് ആയിട്ടുള്ള ഒരു കാരണങ്ങളാണ്, ജനിത കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് ഉണ്ടാകുന്നത്. ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് ഉള്ള ഒരു വ്യക്തിയുടെ വായിൽ നോക്കുമ്പോൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. വായിൽ ഇത്തിലുണ്ടാവും, അതായത് പ്ലാക്ക്, കാൽക്കുലസ് ഒക്കെ നമുക്ക് നമ്മൾ നല്ലതായിട്ട് പല്ലുകളുടെ ആരോഗ്യത്തിനെ അല്ലാതെ നമ്മൾ വൃത്തി നല്ലതായിട്ട് പല്ലുകൾ സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് ഉണ്ടാകുന്നത്. പക്ഷേ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് ഉള്ള ഒരു രോഗിക്ക് അധികം വായിൻ്റെ ഉള്ളിൽ അഴുക്ക് കാണപ്പെടാറില്ല, പ്ലാക്ക് കാണാറില്ല, കാൽക്കുലസ് ഒന്നും കാണാറില്ല. പക്ഷെ എന്നാൽ തന്നെ വളരെയധികമായിട്ട് പല്ലിന് ചുറ്റിനുമുള്ള എല്ലും എല്ലിനെയും ബന്ധിപ്പിക്കുന്ന ടിഷ്യൂസൊക്കെ നശിച്ചിട്ടുണ്ടാകും. അവരിൽ പല്ലുകൾ നേരത്തെ തന്നെ ആടിത്തുടങ്ങും. അതാണ് അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ്. പക്ഷേ ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ക്രോണിക് പെരിഡോണ്ടൈറ്റിസ്. മോണരോഗത്തിൻ്റെ ചികിത്സകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രോണിക് പെരിഡോണ്ടൈറ്റിസും ഉണ്ട്, അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസും ഉണ്ട്. ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് ആദ്യമേ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ മോണയിൽ നിന്ന് നമ്മൾ ചോര പൊടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ വായുനാറ്റം, പല്ലുകളും തമ്മിലുള്ള അകൽച്ച കൂടുക, പല്ലുകൾ ആടിത്തുടങ്ങുന്നതൊക്കെ വളരെയധികം സങ്കീർണമായതിനു ശേഷമാണ് പല്ലുകൾ ആടിത്തുടങ്ങുന്നത്. അതിനു മുമ്പ് കാണുന്ന ലക്ഷണമാണ് പഴുപ്പ് വരിക, ചോര പൊടിക്കുക, പല്ലിൻ്റെ ഇടയിലുള്ള സ്പേസസ് കൂടുക എന്നുള്ളതാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ആ സമയത്ത് പ്രാരംഭഘട്ടങ്ങളിൽ തന്നെ നമുക്ക് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സാധാരണമായ ഒരു ക്ലീനിങ് കൊണ്ട് തന്നെ അത് മാറും. പക്ഷേ
കുറച്ചുകൂടി വ്യാപിച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ലീനിങ് കൂടാതെ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വരും. പിന്നെ വീണ്ടും അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ക്രോണിക് പെരിഡോണ്ടൈറ്റിസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പോക്കറ്റ് ഫോർമേഷൻ ആണ് നമ്മൾ പറയുന്നത്. പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെരിഡോണ്ടസിൻ്റെ ചെല്ലുമ്പോൾ ഒരു പെരിഡോണ്ടൽ പ്രോബ് വെച്ച് നോക്കുമ്പോൾ പല്ലിൻ്റെയും മോണയുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാകും. ആ പ്രോബ് കയറ്റുമ്പോൾ അത് ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ അതാണ് നമ്മൾ പെരിഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുന്നത്. പെരിഡോണ്ടൽ പോക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് സർജറി ചെയ്യുന്നത് ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്ന ഒരു സർജറി തന്നെ ചെയ്യേണ്ടി വരും. ഫ്ലാപ്പ് സർജറി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലുകൾ പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് റീജനറേറ്റ് ചെയ്യാനായിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ബ്രോൺ ഗ്രാഫ്റ്റ് മെറ്റീരിയൽസ്, ബാരിയർ മെംബ്രെയിൻസ്, അങ്ങനെ വളരെയധികം നൂതനമായ ചികിത്സാ രീതികളുണ്ട് നമ്മുടെ ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് മൂർച്ഛിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാനായിട്ട്. ഇപ്പോൾ നിലവിലുള്ളത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ഗ്രോത്ത് ഫാക്ടേഴ്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നേരത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ മോണരോഗം ചികിത്സിക്കാൻ പറ്റും. പക്ഷേ മോണരോഗം ഉള്ള ഒരു വ്യക്തികൾ വളരെയധികം ആൾക്കാരും അതിൽ ബോധവാന്മാരല്ല. അവർക്ക് മനസ്സിലാകില്ല അവർക്ക് ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് മോണരോഗം ഉള്ള കാര്യം തന്നെ. കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാകാറില്ല. അത് പല്ല് ആടി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അവർ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ചികിത്സിച്ചാൽ നമുക്ക് നമ്മുടെ വായിൽ നമ്മുടെ സ്വന്തം പല്ലുകൾ കുറേ നാളത്തേക്ക് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അത് പല്ല് എടുത്ത് കളയേണ്ടി വരും. പിന്നെ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് ജനിതക കാരണങ്ങൾ കൊണ്ടാണ് അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് ഉണ്ടാകുന്നത്. അത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ അതുണ്ടോ, നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ അല്ലെ അങ്കിൾമാർക്കോ ആൻറ്റിമാർക്കോ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. അത് വെച്ചിട്ട് അങ്ങനെ നേരത്തെ അതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ വളരെ നേരത്തെ ഇവരുടെ പല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഈ മോണരോഗം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ നേരത്തെ തന്നെ ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ, പല്ലിന് ചുറ്റിനുള്ള എല്ലുകളൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കണ്ട് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിസീസിൻ്റെ സിവിയറിറ്റീനെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. കുറച്ചുകൂടി നാൾ നമുക്ക് നമ്മുടെ വായിൽ പല്ലുകൾ സൂക്ഷിക്കാൻ പറ്റും.